എല്ലാവർക്കും നമസ്കാരം. ചരിത്രം വഴിമാറുന്നത് ചിലർ വരുമ്പോഴാണ്. ഇവിടെ ഒരു പ്രസ്ഥാനം അങ്ങനെ വന്നിരിക്കുകയാണ്, ജെസ്പേഡ് ഇൻ്റർനാഷണൽ. ഇന്ന് നമ്മോടൊപ്പം ജെസ്പേഡ് ഇൻ്റർനാഷണൽ AGM മിസ്റ്റർ റാഫി മതിലകമാണുള്ളത്. നമുക്ക് അദ്ദേഹത്തിലേക്ക് ചെല്ലാം. വെൽക്കം മിസ്റ്റർ റാഫി മതിലകം സാർ. താങ്ക് യു സർ. നിങ്ങളൊരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് കേരളത്തിലെന്നല്ല, ലോകത്തേക്ക് മൊത്തം. ഒരു റിസോർട്ടിലൂടെ, അത് ചന്ദനക്കാടിൻ്റെ ഉള്ളിലെ റിസോർട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് പുതിയ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടിട്ട്, അതിന് ചുറ്റുപാട് സെറ്റ് കൊണ്ടിട്ട് വളരെ എന്താ പറയുക, ഒരു ജിജ്ഞാസ ജനങ്ങൾക്ക് വളർത്തത്തക്ക രീതിയിൽ, സമ്പാദ്യം നേടിക്കൊടുക്കത്തക്ക രീതിയിൽ, അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയ രീതിയിൽ എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. അതിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു, എന്താണ് ആ സംഭവം, ഒന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും. കാരണം എല്ലാവർക്കും ആദ്യമായിട്ട് നന്മകൾ നേരട്ടെ. കാരണം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ സാറിനെ ചോദിച്ചു എന്തുകൊണ്ട് ഇതിലേക്ക് വരും. നമുക്ക് എന്തെങ്കിലും സമൂഹത്തിന് ചെയ്തു കൊടുക്കാൻ സാധിക്കണം, നാടിന് ചെയ്തു കൊടുക്കാൻ സാധിക്കണം, നമ്മുടെ രാജ്യത്തിന് ചെയ്തു കൊടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇന്നോവേറ്റീവായിട്ടുള്ളൊരു പ്രൊജക്റ്റ് വരുമ്പോഴാണ് വ്യത്യസ്തത നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക. അപ്പം അതിലൂടെ നമ്മൾ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, 28,000 കോടീശ്വരന്മാരെ 1400 ഏക്കർ സ്ഥലത്തിലൂടെ 5 സെൻറ്റ് വീതം അവർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ട് ആദ്യം ചെയ്യുന്ന ഒരു പ്രക്രിയ അതാണ്. 5 സെൻറ്റ് അവരുടെ പേരിൽ ഇപ്പോൾ സാറെടുക്കണമെങ്കിൽ സാറിന് പിന്നെ ആദ്യത്തെ ഒരു പ്രക്രിയ ഈ 5 സെൻറ്റ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ് വയനാട് പുൽപ്പള്ളിയിൽ. അതെങ്ങനെ കോടീശ്വരന്മാരായിട്ട് മാറും? അപ്പം അതിലൂടെ നമ്മൾ അവിടെ 6 ലക്ഷം ചന്ദന മരങ്ങളാണ് ഈ 1400 ഏക്കറിൽ നമ്മൾ നടാൻ ഉദ്ദേശിച്ച ആദ്യത്തെ പ്രൊജക്റ്റ്. ഇത് ഫസ്റ്റ് പ്രൊജക്റ്റാണ്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിലൂടെ ഈ 5 സെൻറ്റ് നമ്മളെ പേരിലെടുക്കുമ്പോൾ അവിടെ വളരുന്ന ചന്ദനത്തിലൂടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം ലഭിക്കുന്നു. ഇപ്പം നമ്മൾ പറയാറില്ലേ, നിങ്ങൾക്കൊക്കെ പണം കായ്ക്കുന്ന മരം ഉണ്ടോടാ എന്നൊക്കെ ചോദിച്ചു ഒരു കാലത്ത് ചോദിച്ചത്. അപ്പം സത്യം പറഞ്ഞാൽ പണം കായ്ക്കുന്ന മരമുണ്ട്, അതാണ് സാൻഡൽവുഡ്. കാരണം ഇന്നത്തെ റേറ്റ് അനുസരിച്ച് 26,000 രൂപയോളം കാതലിന് 1 kg 1 കിലോ കിട്ടുന്ന ഒരു മരമാണ് ചന്ദനം. നമുക്കത് വളർത്താം. ഇപ്പൊ നിയമങ്ങളൊക്കെ സുധാരായിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഇതിന്റെ ഈ ചന്ദന മരത്തിലേക്കുള്ള ചിന്ത വന്നത് നമ്മുടെ ചെയർമാൻ നിസാർ അബൂബക്കറും MD ഡോക്ടർ നിഷാദ് അബൂബക്കറും ഈ ജ്യേഷ്ഠനുമാണ് ഇതിന്റെ MDയും ചെയർമാനായിട്ട് വരുന്നത്. അപ്പോൾ അവര് ചിന്തിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പണം മേടിച്ചു കൊടുക്കാവുന്ന ഒരു കൃഷിയിലൂടെ, അതും പ്രകൃതി ദേവോ ഭവ, പ്രകൃതിയിലേക്ക് മടങ്ങിക്കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതും വയനാടിൻ്റെ മണ്ണിൽ. കാരണം വയനാടിൻ്റെ മണ്ണെന്ന് വെച്ചാൽ ഭൂമിയെ ഇതുവരെ നശിപ്പിച്ചിട്ടില്ല, നല്ല മണ്ണാണ്, ബ്ലാക്ക് സോയിലാണ്. ചന്ദനം വളരാൻ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഒരു മണ്ണ് ഏതെന്ന് വെച്ചാൽ വയനാടിൽ ഈ ഒരു 55-60 കിലോമീറ്റർ ചുറ്റളവാണെന്നുള്ളത് 2.5 വർഷക്കാലം പഠിച്ചിട്ടാണ് നമ്മുടെ കമ്പനി ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ വയനാട് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഒന്ന്, നമുക്ക് ഇത് ഈ ചന്ദന മരം നടുമ്പോൾ അത് സമുദ്രനിരപ്പിൽ നിന്ന് ഉപ്പുകാറ്റടിക്കാൻ പാടില്ല, എങ്കിലേ കാതൽ പെട്ടെന്ന് ഫോം ചെയ്യുള്ളൂ. സമുദ്രനിരപ്പിൽ നിന്നും ഒരു 700 മീറ്റർ എങ്കിലും ഉയരത്തിലായിരിക്കണം എന്നൊരു കാര്യമുണ്ട്. ഒരു ഉയരത്തിലുള്ള ഏരിയ 3 ജില്ലകളാണ് നമുക്ക് കേരളത്തിലുള്ളത്: ഇടുക്കി, പത്തനംതിട്ട, വയനാട്. ഇതിൽ ഇടുക്കിയും പത്തനംതിട്ടയും മിക്കവാറും റെഡ് സോണിലാണ് വരുന്നത്. അപ്പൊ അതാണ് പറഞ്ഞു വരുന്നത്. അത് തന്നെ. അപ്പൊ വയനാട് നിൽക്കുമ്പോൾ ആദ്യം ചൂരൽമല വരിക. അത് ആകെ ഒരു 20% മാത്രമേ വയനാടുള്ളൂ. ബാക്കി 80% ഗ്രീൻ സോണിലാണ്. ഇൻഷുറൻസ് കിട്ടും. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ 50 വർഷവും ഇനി വരാനിരിക്കുന്ന 50 വർഷവും ഒരു ബുദ്ധിമുട്ടില്ലാത്ത, അതും കൃഷിക്ക് അനുയോജ്യമായൊരു മണ്ണ് ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് 2.5 വർഷക്കാലത്തെ പഠനത്തിനോടൊപ്പം കിട്ടിയൊരു കാര്യമാണ് ആ 55 കിലോമീറ്റർ 60 കിലോമീറ്റർ ചുറ്റളവ് ഇവിടെ പുൽപ്പള്ളി, മുള്ളംകൊല്ലി പഞ്ചായത്തുകളിലെ ഈ 1400 ഏക്കർ. അവിടത്തേക്കാണ് നമ്മൾ ആദ്യം പോയത്. നമ്മൾ എത്ര വർഷം കൊണ്ടാണ് ഈ പദ്ധതിയിലേക്ക് എത്തിച്ചേർന്നത്? അപ്പോൾ നല്ലൊരു ചോദ്യമാണ് സാറിന്. കാരണം വെച്ചാൽ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ചന്ദനം വളരുന്നത് 25-30 വർഷം കൊണ്ടല്ലേ. പക്ഷേ ഈ വയനാട്ടിൽ ഇതിന് ശരിക്കും പറഞ്ഞാൽ ചന്ദനം വെക്കുമ്പോൾ അതിന് ചുറ്റും ആദ്യം പൊന്നാങ്കണ്ണി ചീരനൊക്കെ ഉണ്ട്. കാരണം ഇതിന് സ്വന്തമായി വെള്ളവും വളവും ലവണങ്ങളും വലിച്ചെടുക്കാനുള്ള ശേഷി കുറവാണ് ചന്ദനമരത്തിന്. നമ്മൾ തമാശക്ക് പറയും, വീരപ്പൻ എന്തുകൊണ്ട് ചന്ദനം കെട്ടു വെച്ചാൽ ചന്ദനവും ഇതൊക്കെ കട്ട് എടുക്കുന്ന ഒരാളാണെന്ന്. മറ്റുള്ള അതായത് ശരിക്കും പറഞ്ഞാൽ ചന്ദനത്തിന് ചുറ്റും നമ്മൾ പൊന്നാങ്കണ്ണി ചീര വെക്കുന്നത്. അതുപോലെ ഹോസ്റ്റഡ് പ്ലാന്റ്സ് നിർബന്ധമാണ്.
അത് വെക്കുന്നതുകൊണ്ടിട്ടാണ് ഇത് ഇതിന് പ്രൊട്ടക്റ്റീവ്. യെസ്, പൊന്നാങ്കണ്ണി ചീരന് ചുറ്റും വെച്ച് കൊടുക്കുക. അതിന്റെ വേരും ഈ വേരും കൂടി ബ്ലെൻഡ് ചെയ്ത് അതിൽ നിന്നാണ് വെള്ളവും വളവും ലവണങ്ങളും ഈ നമ്മൾ ചന്ദനമരം വലിച്ചെടുക്കുന്നത്. അതിലൂടെ വളർന്ന് ഒരു 6-7 മാസമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനുള്ളിൽ ഈ ചീര മാറ്റിയിട്ട് എന്ത് ചെയ്യണം, തൂരപ്പേർ വെച്ച് കൊടുക്കണം. അപ്പൊ ഒരു പഠനത്തിന് ശേഷമാണ്, അതോടുകൂടിയാണ് ഇങ്ങനെ വളർന്ന് ഈ 2.5 വർഷക്കാലം നമ്മൾ ഇതിന്റെ പുറകിൽ പഠിച്ചിട്ടുണ്ട്, ചെയർമാൻ MD ഞങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഡോക്ടറേറ്റ് വരെ നമ്മളെ MDക്ക് കിട്ടിയത്. MDയുടെ പേര് ഡോക്ടർ നിഷാദ് അബൂബക്കർ. പുള്ളി എവിടുത്തുകാരനാണ്? ഇത് സ്വദേശി? ശരിക്കും കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്. ഇപ്പൊ 16 വർഷമായിട്ട് ഇവിടെ എറണാകുളത്താണ്, കാക്കനാടാണ്. ചെയർമാനും അനിയനാണ് ചെയർമാൻ. പുള്ളിക്ക് ഒരുപാട് അവാർഡൊക്കെ കിട്ടിയെന്ന്. 38ഓളം അവാർഡുകൾ ഇപ്പോൾ കിട്ടി. ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടിയത് ഈ നിയമസഭയിൽ വെച്ചിട്ടാണ് ഷംസീർ സാറാണ് ചെയ്തത് റിപ്പോർട്ട്. ഇതിൽ ഏത് ഇപ്പോൾ പുതിയ തലമുറയിലേക്ക് അല്ലെങ്കിൽ പുതിയ ജനങ്ങളിലേക്ക് അവരെല്ലാവരും ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള സംരംഭങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളാണ് അന്വേഷിച്ചു വരുന്നത്. ഈ റിസോർട്ട് അങ്ങനെ ഒരു രീതിയിൽ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? എങ്ങനെ ഈ പുതിയ കസ്റ്റമേഴ്സിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാമെന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നത്? സാർ, അത് ആദ്യം നമ്മളിപ്പോൾ പറഞ്ഞ പ്രൊജക്റ്റ് ഇല്ലേ, 5 സെന്റിൽ 20 സാൻഡൽവുഡ് മാത്രം, അത് 14-15 വർഷം കൊണ്ടാണ് കാതിൽ ശരിക്കും 200 കിലോഗ്രാമായി മാറുന്നത്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് അവർക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ആരും ചെയ്യാത്തൊരു പ്രൊജക്റ്റ് അത് നോക്കി നടത്തി പരിപാലിച്ചെല്ലാം കൊടുക്കുന്നത് കമ്പനിയല്ലേ. ഒരു ഹെക്ടേക്കില്ല, കമ്പനിയാണ് ഏറ്റെടുത്തിട്ട് മിനിമം ഒരു പഞ്ചായത്ത് റോഡെങ്കിലും ഉണ്ടാവും, ഹൈവേ ഉണ്ട്, അതുപോലുള്ള റോഡുകളും സൗകര്യങ്ങളുള്ള സ്ഥലത്താണ് ഈ 5 സെന്റ്. റിസോർട്ടും ഉണ്ടാവും, അതിന് ചുറ്റപ്പെട്ട് ഈ മരങ്ങളും. അതല്ല, അതിൽ ആദ്യത്തെ ഒരു പ്രൊജക്റ്റാണ് നമ്മളിപ്പോൾ പറയുന്ന 5 സെന്റ് 20 ചന്ദന മരങ്ങൾ. അതിനുശേഷമാണ് റിസോർട്ടിലേക്കുള്ള ചിന്ത നമുക്ക് വരുന്നത്. അപ്പൊ അതെങ്ങനെ വന്നു എന്നുള്ളത് വെച്ചാൽ ഈ 5 സെന്റും 20 ചന്ദന മരങ്ങളും 12 വർഷം അല്ലെങ്കിൽ 10 വർഷം മുതൽ 15 വർഷത്തിനുള്ളിലാണ് 50 സെന്റിമീറ്റർ ചുറ്റളവ് വരിക. ഒരു മരം 50 സെന്റിമീറ്റർ ചുറ്റളവ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കട്ട് ചെയ്യാം. വേറെ ഉപാധികളൊന്നുമില്ല. പണ്ടങ്ങനെ അല്ലായിരുന്നു. ഒന്നല്ലെങ്കിൽ ഒടിഞ്ഞ് വീഴണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാറ്റോ ബുദ്ധിമുട്ടോ, അല്ലെങ്കിൽ നിർബന്ധമായിട്ട് അത് വെട്ടിയെങ്കിലേ നമുക്ക് അവിടെ ഒരു വീട് പണിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മതിൽ പണിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം നിർബന്ധമായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഒരു 50 സെന്റിമീറ്റർ നമുക്കറിയാം. ഒരു അടക്കമരത്തിന്റെ ഒക്കെ ഒരു വലുപ്പം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വെട്ടാം. അപ്പൊ എന്താ 200 കിലോഗ്രാം ഉണ്ടാവും. അതിന് ഗവൺമെന്റിന് എന്തോ സാങ്ഷൻ, ഗവൺമെന്റ് ആണ് ഇത് കട്ട് ചെയ്ത് കൊണ്ടുപോകാം. നമ്മൾ ഗവൺമെന്റിലേക്ക് അറിയിക്കും. വനം വകുപ്പാണ് ഇതിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ്. അതെല്ലാം അറിയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത്. ഈ ചന്ദനത്തിന് ഗവൺമെന്റിന് ആവശ്യകത ഒരുപാടുണ്ടെന്ന് തോന്നുന്നല്ലേ? പിന്നെ തീർച്ചയായിട്ടും. അതായത് നല്ല ചോദ്യമാണ് സാറ് ചോദിച്ചത്. ശരിക്കും ഒരു 6000 ടൺ ചന്ദനമാണ് വേൾഡിൽ ആവശ്യമുള്ളത്, ലോകത്ത് ആവശ്യമുള്ളത് 6000 ടൺ. അത്ര ഉണ്ടോ? കിട്ടുന്നുണ്ടോ? ഇല്ല, 2000 ടൺ ഇന്ത്യയിൽ ആവശ്യമുണ്ട്. ഇന്ത്യയിൽ 2000 ടൺ ആവശ്യം. എന്താ, ചന്ദനം തൊടുന്നുണ്ട്, ആയുർവേദിക് ട്രീറ്റ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ തുടങ്ങി ഒരുപാട് കാര്യം. ഇപ്പോൾ സാറിന് അറിയാം, വേൾഡിലെ ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ ആസ്വദിക്കുന്ന 40 ടൈപ്പ് ഈ സുഗന്ധദ്രവ്യങ്ങളില്ലേ, ഇതിന്റെ ഫസ്റ്റ് കണ്ടന്റ് ആ മണം കിട്ടണമെങ്കിൽ അതിൽ വേണ്ട ആദ്യത്തെ ഒരു കാര്യമാണ് സാൻഡൽവുഡ് ഓയിൽ. അതാണ് ഇത്രയും ഡിമാൻഡ് വരാൻ കാരണം. ട്രീറ്റ്മെന്റിന് ഇപ്പൊ ത്വക്ക് സംബന്ധമായ രോഗങ്ങൾക്ക്, ത്വക്ക് സംബന്ധമായ ക്യാൻസറിന് വരെ ഇതിന്റെ ഓയിലാണ് ട്രീറ്റ്മെന്റ് മരുന്നിനായിട്ട് ഉപയോഗിക്കുന്ന ആദ്യത്തെ ഘടകം. അപ്പൊ ഇവിടെ 2000 ടൺ ഇന്ത്യയിൽ വേണം. പക്ഷെ വെറും 96 ടണ്ണേ ഇന്ത്യയിൽ ഉൽപ്പാദനമുള്ളൂ. ഒരു വിരോധാഭാസം പറയട്ടെ, ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സാൻഡൽവുഡ് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ആരായിരിക്കണം? ഇന്ത്യ ആയിരിക്കണം. അല്ല, ഓസ്ട്രേലിയയാണ്. ടിൻഡിസ് എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനി 18-20 വർഷം മുമ്പ് മറയൂരിന്നും കർണാടകയിൽ നിന്നും വിത്തുകൾ ലക്ഷക്കണക്കിന് സംഭരിച്ചിട്ട് ഇത് പെല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇവർ കൃഷി ചെയ്യണം. ഇപ്പോൾ ഓസ്ട്രേലിയ, അതും ഇന്ത്യൻ സാൻഡൽവുഡ് എന്ന പേരിൽ തന്നെ അവിടെ കൃഷി ചെയ്യും. ആ ഇന്ത്യൻ സാൻഡൽവുഡിനാണ് ഡിമാൻഡ്. പക്ഷെ എന്താണ്, ഈ സാൻഡൽവുഡ് പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യയിലാണ്. അത് എവിടെയാണ്? കേരളത്തിലാണ്, മറയൂരാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടേതാണ്. പക്ഷെ പണ്ട് കാലത്ത് ആ രാജാക്കന്മാരെന്ത് ചെയ്ത് ഇത് രാജകീയ വൃക്ഷമായിട്ട് പ്രഖ്യാപിച്ചു. ടിപ്പു സുൽത്താൻ അന്നെന്ത് ചെയ്ത് ഇത് രാജാവിന് എവിടെ വളർന്നാലും രാജാവിന് കൊടുത്തോളാം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. രാജാവിന് പകരം, കാരണം ഇത് എല്ലാ സ്ഥലത്തും ഇത് വളർത്താനും ഇതിനും പറ്റില്ല. ഇത് ചില ഏരിയയിലേ പറ്റുള്ളൂ. അതിന്റെ ഗുണങ്ങളും ഇതാണ്. അതുകൊണ്ടിട്ടാണ് അതിന്റെ ഒരു വിലയും. നമ്മൾ ഈ പറഞ്ഞ രീതിയിലാണ്. ഇത് വളരണമെങ്കിൽ എന്ത് ചെയ്യണം? ഉപ്പുകാറ്റടിക്കാത്ത സ്ഥലമാണെങ്കിലേ കാതൽ ഫോം ചെയ്യുള്ളൂ. അതിന് ഏറ്റവും ബെസ്റ്റ് സ്ഥലം വയനാടാണ്. ഇപ്പം ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നം. അതിന് വേറെ പ്രത്യേകത ഉണ്ട് സാർ. രാവിലെ നല്ല ചൂട്, രാത്രി നല്ല മഞ്ഞ്,
ബ്ലാക്ക് സോയിൽ മണ്ണ്, പിന്നെ പരിപാലനം, ഇതെല്ലാം കൂടിയപ്പോഴാണ് ശരിക്കും 4 വർഷത്തെ വളർച്ച 1 വർഷവും 2 മാസം കൊണ്ട് നേടാൻ നമുക്കിപ്പോൾ വയനാട് സാധിച്ചു. ഫ്ലവറിങ് ആയി, പൂവിടാന്ന് പറഞ്ഞാൽ ഗ്രോത്ത് കാണിച്ചു തുടങ്ങി. കാരണം അതിനെന്താ കാതൽ ഫോം ചെയ്ത് തുടങ്ങിയെന്നാണ് IWST ഇതിന്റെ പഠനങ്ങൾ നടത്തുക, ഇന്ത്യൻ വുഡ് ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി, കേന്ദ്ര ഗവൺമെന്റിന്റെ. അവരെ പോലും ഞെട്ടിച്ച് കളഞ്ഞു നമ്മളെ ഈ ഒരു വളർച്ച. ഗവൺമെന്റിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും 100%. കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഫുൾ സപ്പോർട്ടാണ് നമുക്ക്. ഇതിന് തുടക്കത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പ്രാദേശികമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി? സാറേ, സ്വാഭാവികമായിട്ടേ ഇല്ലാത്ത ഒരു വസ്തു ആദ്യമായിട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് അനുഭവിക്കേണ്ട കുറെ കാര്യങ്ങൾ. അതെ, റൈറ്റ്. അതെ, ആടുതേക്ക് മാഞ്ചിയും തട്ടിപ്പാണെന്ന് വരെ പത്രത്തിൽ വരെ വന്നു. പക്ഷെ നമ്മൾക്ക് എന്താ അറിയാം, ഇത് ലീഗലാണ്, നമ്മൾ ചെയ്യുന്ന ലീഗലാണ്. അപ്പോൾ എന്ന് വെച്ചാല് ഇത് ആദ്യം എന്താ ചെയ്യുന്നത് സാർ, ആ സ്ഥലം രജിസ്റ്റർ ചെയ്ത് സാറിന് തരുന്നു. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ എന്താണ് അതില് നമുക്ക് എന്ത് ചെയ്യുന്നു, പരിപാലിച്ചു തരുന്നു. 20 ചന്ദന മരങ്ങൾ നട്ടു വളർത്തി പരിപാലിച്ച് സാറിനാണ് അതിന്റെ അവസാനം അതിന്റെ ക്യാഷ് കിട്ടുന്ന. ഒരിക്കലും കമ്പനിക്കല്ല. ആരുടെ പേരിലാണോ ആധാരം അവർക്ക് ട്രഷറി വഴി ഗവൺമെന്റ് ആണ് പണം കൊടുക്കുക, ഒരിക്കലും കമ്പനിക്ക് തരില്ല. അപ്പൊ ആദ്യം സ്ഥലം വാങ്ങിയിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് അടുത്ത കമ്പനി. അതെ, അപ്പൊ നമ്മൾ അതില് നട്ടു വളർത്തി പരിപാലിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു എഗ്രിമെന്റ് കമ്പനി അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പൊ എന്തായി, അതിന്റെ പരിപാലനം അത് ചെറുതൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ മറ്റു മൃഗാദികളിൽ നിന്നുള്ള സംരക്ഷണം, ഇത് 24 അടിക്ക് കോമ്പൗണ്ട് വാൾ നമ്മൾ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്യുന്നുണ്ട്. 10 അടി കട്ട വിരിച്ച വഴി അതിൽ കൊടുക്കുന്നുണ്ട് ഓരോ 5 സെന്റിലേക്കും. അതുകൂടാതെ ഈ 20 ചന്ദനമരങ്ങൾക്കുള്ളിൽ ഹോസ്റ്റഡ് പ്ലാന്റ്സ് നട്ട് പരിപാലിച്ച് 5 ജോലിക്കാർ ഓരോ 2 ഏക്കർ വീതം 700 പ്രൊജക്റ്റ് ആക്കിയേക്കാം. ഈ 1400 ഏക്കർ ഒരു സ്ഥലത്ത് മാത്രമല്ല, ഓരോ 2 ഏക്കർ. അപ്പൊ 40 പ്ലോട്ടുകൾ തിരിച്ചിട്ട് അതിൽ 5 ജോലിക്കാർ വീതം. അപ്പൊ ഇത് ഈ 5 സെന്റ് സ്ഥലവും ഈ മരങ്ങളും കൂടെ പരിപാലിക്കലെല്ലാം കൂടെ വാങ്ങാൻ വേണ്ടി ഒരുപാട് പണം വേണ്ടി വരും. അതായത് നമുക്കിപ്പോ 18 ലക്ഷം രൂപ മതി. എല്ലാം ഈ പരിപാലനവും കാര്യങ്ങളും എല്ലാം അതിൽ നടക്കും. 18 ലക്ഷം നടക്കും. ഇപ്പൊ 18 ലക്ഷം രൂപ ഉണ്ട് സാർ, ഇപ്പൊ കൊടുത്തു കമ്പനിക്ക്. നാളെ തന്നെ രജിസ്റ്റർ ചെയ്ത് സാറിന് തരും. പിന്നെ പരിപാലനം എത്ര വർഷത്തേക്ക്? അത് 10 മുതൽ 15 വർഷത്തിനുള്ളിലാണ്. ഇത് 50 സെന്റിമീറ്റർ ആയ നമുക്ക് എന്ത് ചെയ്യാം, അവരറിയിക്കാം. അവർ വന്ന് കട്ട് ചെയ്തുകൊണ്ടോട്ട് മറയൂരുന്നു. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇപ്പൊ ഒരു നിയമം ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്, 50% ഓണർക്ക് അപ്പൊ തന്നെ കൊടുക്കും. ബാക്കി മറയൂരിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ലേലം ചെയ്ത് ബാക്കി പൈസ ഒരു 6 മാസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ട്രാവലിങ്ങിന്റെയും ആദ്യമൊക്കെ 70-30 ആയിരുന്നു. 70% പാർട്ടിക്ക് ഇപ്പൊ സാറിന് തരും, സാറാണ് അതിന്റെ ഓണറെങ്കിൽ 30% ഗവൺമെന്റ്. ഇപ്പൊ അതല്ല, 100% പാർട്ടിക്ക് തന്നെ ഗവൺമെന്റ് കൊടുക്കണം. അതിൽ ആ ട്രാവലിങ്ങിന്റെയും ആ ചെലവ്, കട്ടിങ്ങിന്റെ ചെലവും കഴിച്ച് ബാക്കി നമ്മളെ അക്കൗണ്ടിലേക്ക് വൈറ്റ് മണി ആയിട്ട്, അതാണ് ഇപ്പൊ ഈ റോഡിനൊക്കെ ഗവൺമെന്റ് കൊടുത്ത പോലെ തന്നെ വൈറ്റ് മണി ആയിട്ട് സാറിന്റെ അക്കൗണ്ടിലേക്ക് ട്രഷറി വഴി തരുമ്പോൾ ആ സമയത്താണ് ഈ നോക്കി നടത്തി പരിപാലിച്ച് ഇത്രത്തോളം വളർത്തി വലുതാക്കി കട്ട് ചെയ്ത് ഗവൺമെന്റിലേക്ക് കൊടുത്തതിന്റെ 5% പരിപാലനത്തിന്റെ ക്യാഷ് കമ്പനിക്ക് തരേണ്ടതുള്ളൂ. ഇപ്പൊ നമ്മൾ നട്ട് പരിപാലിക്കുമ്പോൾ ആ 10 വർഷം പരിപാലനം കമ്പനി തന്നെ ഏറ്റെടുക്കും. അതിൽ ആദ്യത്തെ 5 വർഷം നമുക്ക് എന്തെങ്കിലും ചന്ദന ചെടികൾക്ക് സംഭവിച്ചു റീപ്ലാൻ ചെയ്തു. 5 വർഷം കഴിഞ്ഞാൽ ഇതിന് ഇൻഷുറൻസ് നമുക്ക് കിട്ടും. മരങ്ങൾക്ക് ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആഫ്റ്റർ 5 ഇയേഴ്സ് ചന്ദനമരത്തിനൊക്കെ. അപ്പോൾ ഏതൊരു നമ്മൾ മുടക്കണ പൈസക്ക് എന്താ സാറേ, ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ഭൂമി ദേവി ചതിക്കൂല. സാറിന്റെ പേരിൽ ഒരു 5 സെന്റ് സ്ഥലം എവിടെ ഉണ്ടെങ്കിലും അതെന്നും എപ്പോഴും നമ്മുടെ സാറിൻ്റെതാണ്. അതിൽ എന്തുണ്ട്, പ്രകൃതി ദേവോഭവ. പ്രകൃതിക്ക് അത് ഈ ചന്ദനം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഗുണം കൂടി ഉണ്ട്. ഈ ഏരിയ മൊത്തം ഓക്സിജൻ കണ്ടന്റ് എന്നറിയും. ആലിനേക്കാളും 3 ഇരട്ടി നമുക്ക് ഓക്സിജൻ പുറത്തേക്ക് തരുന്ന ഒരു മരമാണ് ചന്ദനം. അപ്പൊ നമ്മളവിടെ കയറി ഇറങ്ങി പോയാൽ തന്നെ റിച്ച്നെസ് ആണ് സാർ. അവിടെ കയറിയാൽ നമുക്ക് ഇറങ്ങാൻ തോന്നൂല. 1000 ചന്ദന മരങ്ങൾ നമ്മളവിടെ പാടിച്ചിറ നട്ടിട്ടുണ്ട്. അതിനുള്ളിലേക്ക് നമുക്ക് കിട്ടുന്ന ഒരു സുഗന്ധമുണ്ട്, ഒരു ആനന്ദം. അതായത് ആ ബ്രീത്ത് ഏറ്റവും ഈ കൊറോണ സാഹചര്യത്തിൽ എല്ലാവരും കഷ്ടപ്പെട്ടതിനാ ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ പ്രകൃതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് 6 ലക്ഷം ചന്ദന മരങ്ങൾ നട്ടുകൊണ്ട്
നല്ല ശുദ്ധവായു നൽകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കലാണ് ജസ്പേഡിന്റെ ഈ ഒരു കൃഷി. ഇപ്പൊ ഏകദേശം അത്യാവശ്യം കസ്റ്റമേഴ്സ് കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഒരു 800ഓളം കസ്റ്റമേഴ്സിന് 5 സെന്റ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു 1.5 വർഷത്തിനുള്ളിൽ. ഇപ്പൊ വീണ്ടും ഇപ്പോഴും അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് ശരി. അപ്പം ഏതായാലും എത്രയും പെട്ടെന്ന് വരാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും. കാരണം അവിടെ എത്തുമ്പോഴാണ് സാർ അതിനെ നമ്മളിപ്പോ പറഞ്ഞു കേൾക്കുമ്പോൾ അത്രയും വേണമെന്നില്ല. ഇപ്പൊ നമ്മുടെ MD ഡോക്ടർ നിഷാദ് അബൂബക്കർ സാർ പറയുന്നത്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതിനു മുമ്പ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരിക്കണം. വലിയൊരു പോയിന്റ് കണ്ട് മനസ്സിലായി. കാരണം എന്താ, നമ്മൾ കൊടുക്കുന്ന പണത്തിന് അപ്പൊ തന്നെ തത്തുല്യമായ ഒരു 5 സെന്റ് കിട്ടി. പിന്നെ വളർന്നു വരുന്ന ചന്ദനം എക്സ്ട്രാ. അല്ല, ഇന്ന് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മടിക്കുകയും പേടിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലൂടെ പോകുന്നത്. ഇപ്പൊ മുടക്കണ പൈസക്ക് ഒരു മുതൽ കിട്ടുന്നുണ്ട്, അതിന് ഭാവിയിൽ ഒരു വലിയ മുതൽ വേറെയും കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ കുറച്ച് പ്രായവും, അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് സാധാരണ എല്ലാവരും ആഗ്രഹിക്കും. കുറച്ച് കഴിയുമ്പോൾ ഒരു വരുമാനമൊക്കെ പ്രതീക്ഷിക്കും. അപ്പം ഇങ്ങനൊരു വരുമാനം ഫ്യൂച്ചറിൽ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിലേക്ക് വരുമെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതില് ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, ലെഗസി. ഐ സി. ഹെൽത്ത്, വെൽത്ത് എന്താണ്? ഹെൽത്ത് ഞാൻ പറഞ്ഞ ആരോഗ്യകരമായ ഒരു ചിന്തയും കിട്ടും. ആ 1000 ചന്ദനമരങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ 6 ലക്ഷം ചന്ദനമരങ്ങൾ വരുമ്പോൾ ഇനി വലിയൊരു റെവല്യൂഷനാണ് വരാൻ പോകുന്നത്. ഈ പറയുന്ന 1400 ഏക്കർ എന്ന് പറഞ്ഞാൽ 28,000 5 സെന്റാണ്. ഈ 28,000 5 സെന്റ് വാങ്ങുന്നവരെ അടുത്ത 15 വർഷത്തിനുള്ളിൽ കോടീശ്വരന്മാരാക്കാണ്. ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് 1.5 കോടി ഉണ്ട്. ആ വരാനിരിക്കുന്ന റേറ്റ് അനുസരിച്ച് IWC ഇന്ത്യൻ വുഡ് ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി പറയുന്ന റേറ്റ് അനുസരിച്ച് ആഫ്റ്റർ 10 years ഈ ചന്ദനമരത്തിൽ 4 കോടിക്ക് മേലാണ് കിട്ടാം. ഈ 16 ചന്ദനമരങ്ങൾ 20 ചന്ദനമരങ്ങൾ 16 ചന്ദനമരങ്ങൾ സെക്കൻഡ് പ്രൊജക്റ്റിലാണ് കോട്ടേജിന് ചുറ്റും. നമുക്ക് നെക്സ്റ്റ് അതിൽ നമുക്ക് സംസാരിക്കാം. 20 ചന്ദനമരം ഉണ്ടാവും. 20 ചന്ദനമരം. അതെന്ന് വെച്ചാൽ ഓരോ ചന്ദനമരങ്ങളും ഒരു 10 അടിക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ആദ്യം പൊന്നങ്ങനെ ചേരുക, അത് കഴിഞ്ഞ് ഒരു 6 monthsന് ശേഷം നമ്മൾ തുവരപ്പേര്, അത് കഴിഞ്ഞാൽ ഹോസ്റ്റഡ് പ്ലാന്റ്സ് പിന്നെ കണ്ടിന്യൂസ് വെക്കാവുന്നതാണ്. നമുക്കൊന്നല്ലെങ്കിൽ കണിക്കൊന്ന, അതല്ലെങ്കിൽ മാതളനാരോ. മാതളനാരോ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു ഇൻകം കൂടി കിട്ടാവുന്ന രീതിയിൽ. ഇപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, ഈ 5% കമ്പനി ലാസ്റ്റ് വാങ്ങുമ്പോഴും ഇതിൻ്റെ പരിപാലനത്തിനായിട്ട് നൽകുന്ന ഒരു 10,000 രൂപ വർഷത്തിൽ മതി. അതിൽ ആ 10,000 ഇങ്ങോട്ട് കമ്പനിക്ക് കൊടുക്കുമ്പോൾ ഇതെല്ലാം എഗ്രിമെന്റ് ആയിരിക്കണം എന്നുണ്ടല്ലോ നിയമം. അപ്പൊ അതില് 5,000 രൂപ ഈ കൃഷികൾ ഹോസ്റ്റഡ് പ്ലാന്റ്സ് കമ്പനി ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ 5,000 രൂപ റിട്ടേൺ ഒരു വാടകയായിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു തരും. അപ്പൊ ഈ പരിപാലനത്തിൽ നമ്മളൊരു 10 രൂപ അടച്ച് കഴിഞ്ഞ വർഷത്തിൽ 10,000 ഉള്ളൂ. ആകെ മാസം കണക്കാക്കുമ്പോൾ ഒരു 450 രൂപ. അപ്പൊ ആ 1,000 തിരിച്ചു കിട്ടി കഴിയുമ്പോൾ ഇതിന്റെ പരിപാലനം അവർ നോക്കി ക്ലിയർ ആക്കി. അതില് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗൺമാൻ ഉണ്ട്, ഇനി ചിപ്പ് ഉണ്ട്. അത് പ്രധാനമായും പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് വീരപ്പൻ ചന്ദനം കട്ടത്? അതിന്റെ ഒരു പോയിന്റാണ്. ഇനി ചന്ദനം എന്തുകൊണ്ട് മാവ് കെട്ടില്ല, പ്ലാവ് കെട്ടില്ല? അപ്പോ ലോകത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു മരമാണ് ചന്ദനം. ഇപ്പോൾ അതിന്റെ പ്രത്യേകതയും കൂടി ഉണ്ട്. ഈ പറയുന്ന ഓക്സിജൻ കണ്ടന്റ് നിലനിർത്തൽ ഒന്ന്. അതുകൂടാതെ ആ ഒരു ഏരിയ മൊത്തം സൂപ്പർ ഏരിയ ആയിട്ട് മാറുന്നുള്ള യാതൊരു ഏറ്റെടുക്കുമ്പോൾ അത് വലിയൊരു പ്രൊജക്റ്റ് ആയിട്ട് ഇപ്പോൾ മാറി. കാരണം വേറെ ആരും ഏറ്റെടുത്തിട്ടില്ല. 420ഓളം കമ്പനികളെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ അതിൽ നമ്മൾ മാത്രം ഏറ്റെടുത്തെന്നുള്ളൊരു സന്തോഷമായിട്ട്. അതിപ്പോൾ ആഫ്റ്റർ കൊറോണ കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം എല്ലാവരും വളരെ പ്രത്യേക രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു സംരംഭത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച നിങ്ങളുടെ ആ ഒരു ജസ്പേഡ് ഇന്റർനാഷണലിന് ഞങ്ങൾ എല്ലാവിധ വിജയാശംസകൾ നേരുകയാണ്. നാടിനും രാജ്യത്തിനും ലോകത്തിനും ഒരു വലിയ അസറ്റായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു സാറേ. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഹോസ്റ്റഡ് പ്ലാന്റ്സ് വെക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ചിപ്പ് വെക്കുന്നുണ്ട്. അത് വിശേഷമായിട്ട് പറയേണ്ട ഒരു കാര്യം. ചിപ്പ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇത് ഹിറ്റാച്ചിയുടെ ചിപ്പാണ്, ഗ്യാരണ്ടിയുള്ള ചിപ്പാണ്. ഇത് നമ്മളൊരു വെട്ടാനായോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, മരസുമൽ ഇത് ഘടിപ്പിക്കും. കൈ കൊണ്ടോ ലോഹം കൊണ്ടൊന്ന് തട്ടിയാൽ പോലും ഇത് 10 മൊബൈലിലേക്ക് അലാറം കൊടുക്കും. ലോക്കൽ പോലീസ് സ്റ്റേഷൻ, ഗവൺമെന്റ് ഓഫീസ്, ഗവൺമെന്റ് നായ്ക്കളുണ്ട്. അപ്പോൾ അതുകൂടാണ്ട് ഇത് ഓണർ 4 മൊബൈൽ, MD, ചെയർമാൻ, ഞങ്ങളെ പോലുള്ള ഇതിന്റെ മെയിൻ ആയിട്ട് നിൽക്കുന്ന അങ്ങനെ 10 മൊബൈലിലേക്ക് ഓഫീസ് ഇതിന്റെ അലാറം കിട്ടും. അതായത് ശരിക്കും പറഞ്ഞാൽ AI ടെക്നോളജിയും കൂടി നമ്മൾ ഈ ഒരു കൃഷിയിലേക്ക് സംയോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വെൽ പ്രൊട്ടക്റ്റഡ് ആണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം. അപ്പോൾ
പണ്ടൊക്കെ തോർത്തിട്ട നാണുചേട്ടനാണ് കൃഷി ചെയ്തിരുന്നെങ്കിൽ ഇന്ന് കോട്ടിട്ട ചുള്ളന്മാര് കൃഷിക്ക് ഇറങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. അത് മാത്രമല്ല നമ്മുടെ യൂത്തിനെ ശരിക്കും കൃഷിയിലൂടെ ഈ ഒരു ശരിക്കും പറഞ്ഞ ഒരു ചിന്ത വളർത്തിയെടുക്കാൻ കൂടി ഈ ഒരു പ്രസ്ഥാനത്തിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയം. അല്ല, നിങ്ങളൊരു പുതിയ സംരംഭം ജനത്തിന് എത്തിച്ചിരിക്കുകയാണ്. ഇനി പുതിയ തലമുറ ഇതുപോലത്തെ സംരംഭങ്ങൾ ആഗ്രഹിച്ചും ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസുകൾ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം സാർ അതിൽ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ, റവന്യൂ ആണ്, വരുമാനം. അവർക്ക് ഇവിടെ 2 ലക്ഷം 3 ലക്ഷം കിട്ടാത്തത് കൊണ്ടാണ് അവർ വിദേശത്തേക്ക് പോകുന്നത്. ഇവിടെ കൃഷിയിലൂടെ സത്യം പറഞ്ഞാൽ സാർ ഒന്ന് മനസ്സിലാക്കുക, 10 കൊല്ലം 15 കൊല്ലത്തിനുള്ളിൽ വെറും 18 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് 5 സെന്റ് സ്ഥലവും കിട്ടി. അതിൽ വരുന്ന 20 ചന്ദന മരങ്ങൾ കൊണ്ട് 4.5 കോടി മുതൽ 5.5 കോടി വരെ 6 കോടി വരെയൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത് കിട്ടുന്നുണ്ടെങ്കിൽ സാർ ആലോചിക്കുക, എവിടെ നിന്നാണ് കിട്ടുക? 10 വർഷം കൊണ്ട് ഒരിക്കലും നമ്മൾ 18 ലക്ഷത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിൽ വേറെ എവിടെ നിന്നും കിട്ടൂല. അത് മാത്രമല്ല, ഇത് ചന്ദനമരത്തിന് മാത്രമാണ് കിട്ടുന്നത്. പറ്റില്ല. അതെ, അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് തീർന്നതിന് പോയി വാങ്ങുക. അതെ, 5 കോടി അതും കിട്ടും, പ്ലസ് 5 സെന്റ് സ്ഥലമുണ്ട്. ഗുണം എന്താണെന്നൊരു സാറേ, ഇനിയിപ്പോ വരാൻ പോകുന്ന ഈ തുരങ്കപാതയില്ലേ, ഇതിനടുത്ത് കൂടിയാണ്. ഇനി കോഴിക്കോട് ടു മൈസൂര് ദേശീയപാത വരുന്നുണ്ട്, അതും ഇതിനടുത്തൂടെ. അപ്പൊ ഓരോ വർഷവും ഭൂമിക്ക് വില കൂടും. ഇവിടൊക്കെ സ്ക്വയർ ഫീറ്റിലേക്ക് മാറും. ശരിയല്ലേ? വളരെ വ്യത്യാസമായിട്ട് വരും. ഒരു കാര്യം പറയട്ടെ, പണ്ട് ഏക്കർ കണക്കിന് ഇപ്പൊ രാമനായർ 5 ഏക്കർ ഉണ്ടെന്ന് പറയും, ഇപ്പൊ 50 സെന്റാ പറയുന്നത്. മാക്സിമം 25 സെന്റാ പറയുന്നത്. ഇപ്പൊ അതെന്തായി? അത് സ്ക്വയർ ഫീറ്റിലേക്ക്. ഇവിടെ നമ്മൾ സ്ക്വയർ ഫീറ്റാ പറയുന്നത്. അപ്പൊ എല്ലായിടത്തും സ്ക്വയർ ഫീറ്റിലേക്ക് മാറുമ്പോൾ അതും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണ് നമ്മുടെ പ്ലേസ് ചെയ്യുന്നത്. ഏതായാലും ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നിങ്ങളുടെ ബിസിനസ് എന്തുമാവട്ടെ, നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്തുമാവട്ടെ, ഞങ്ങളെ അറിയിക്കൂ. ലാഭം ബിസിനസ് ചാനലിനെ അറിയിക്കൂ. ഞങ്ങളത് ലോകം മുഴുവൻ എത്തിക്കാം. ലാഭം ബിസിനസ് ചാനലിലൂടെ നിങ്ങളുടെ ബിസിനസ്സിൽ ലാഭം 10 മടങ്ങ് വർദ്ധിപ്പിക്കാം. ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ കണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.